ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മൾ ഇടർച്ച എന്നുള്ള വിഷയത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നാൽ കർത്താവ് അവനെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തുകയാണ്. പാറയുടെ അർത്ഥം തന്നെ ഇളകിപ്പോകാത്തത്, ഉറച്ചു നിൽക്കുന്നതെന്നാണ്. ഭൗതികമായി ഏതെങ്കിലും ഇളക്കങ്ങളും ഏതെങ്കിലും കലക്കങ്ങളും ഒക്കെ വരുമ്പോൾ ആശ്രയിക്കുന്നത് പാറയാണ്. വെള്ളത്തിലൊക്കെ പാറയിൽ കയറി നിന്ന് സുരക്ഷിത സ്ഥാനം പ്രാപിക്കാനിടയായിത്തീരും. ഇതുപോലെ തന്നെ ആത്മീക മണ്ഡലത്തിൽ ഒരുത്തൻ പ്രവേശിച്ചാൽ ആത്മീയ മണ്ഡലം അതുപോലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. പ്രശ്നങ്ങൾ നിറഞ്ഞ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. ഈ ലോകത്തിൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ പ്രവൃത്തിയോട് അകന്ന് ജീവിച്ചാൽ നിശ്ചയമായിട്ടും അവന് കഷ്ടമുണ്ടാകും. ശത്രു അവനെ കഴിയുന്നതും ഉപദ്രവിക്കും. എന്നാൽ ഈ ഉപദ്രവത്തിലും കലക്കത്തിലും ഒന്നും അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കപ്പെടുന്നത് ഇതിനകത്തൊരു ആത്മീയമായ ഒരു പാറയുണ്ട്. ആ പാറയാണ് ക്രിസ്തു. ക്രിസ്തുവിൽ ഈ പാറമേൽ ആശ്രയം പ്രാപിച്ച് കയറി നിന്നാൽ പിന്നെ ചുറ്റുമുണ്ടാകുന്ന കലക്കങ്ങളും ഇളക്കങ്ങളും ദോഷങ്ങളും ഒന്നും അങ്ങനെ പാറമേൽ നിൽക്കുന്നവരെ ബാധിക്കുകയില്ല. ആഴമുള്ള കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഈ പാറമേൽ കർത്താവ് നമ്മെ കൊണ്ടുപോയി നിർത്തുകയാണ്. എന്നാൽ ഈ പാറയിൽ നിന്ന് ഇടറിപ്പോകാനുള്ള സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സൂചിപ്പിച്ചിരിക്കുകയാണ്. അതെങ്ങനെയെല്ലാം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ, ഏതെല്ലാം സ്വഭാവങ്ങളിലാണ് ഈ പാറയിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതയുള്ളതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയം, അനേകർ ഇടറുന്നില്ല എന്ന നിലയിൽ നിൽക്കുമെങ്കിലും കർത്താവിൻ്റെ വരവെങ്കിൽ വലിയൊരു ഇടർച്ചയുണ്ടാകും. ആ ഇടർച്ചയിൽ ഒരുവിധം മനുഷ്യരെല്ലാം, അതായത് കർത്താവിനെ കാത്തിരിക്കുന്നവരടക്കം വലിയൊരു വിഭാഗം ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഒന്നാമത്തേത് കാത്തിരിക്കുന്നവനെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ല. അവനെ ഹൃദയത്തിൽ അവൻ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ വരച്ച് പ്രാപിക്കേണ്ട അവസ്ഥ, അതിനുള്ള വഴി ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അത് പ്രാപിച്ചിട്ടില്ല. രണ്ടാമത്തത്, ക്രിസ്തു ആരെന്ന് അറിയേണ്ടതുപോലെ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ച് തെറ്റായ രീതിയിൽ ധരിച്ചിരിക്കുന്നു. അടുത്തത്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടില്ല. ഇങ്ങനെ അനവധി കാര്യങ്ങളാൽ ആ ദിവസം ഇടർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വരാനിരിക്കുന്ന ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടർച്ചകൾ നീക്കി നമ്മൾ മുൻകൂട്ടി അത് അറിഞ്ഞുകൊണ്ട് ഇടറിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നുള്ളതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. അതിന് കർത്താവിൻ്റെ വരവിങ്കൽ ഇടറാൻ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിക്കാനിടയായി തീർന്നത്, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുമ്പോൾ 3 ശബ്ദം പുറപ്പെടുവിക്കും. 1 കർത്താവ് താൻ ഗംഭീരനാദം, 3 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ കാഹളം. ഇതിൽ കർത്താവിൻ്റെ ഗംഭീരനാദം എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ
ഭാഗത്ത് പഠിക്കാനിടയായി തീർന്നത്. കർത്താവിൻ്റെ ഗംഭീരനാദം കല്ലറകളിലുള്ളവരും കേൾക്കും, ജീവിച്ചിരിക്കുന്നവരും കേൾക്കും. എന്നാൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാത്ത മരിച്ചവരുമുണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ആദാമ്യ പാപത്തിന് ശേഷം മനുഷ്യരുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശബ്ദവും പ്രവേശിക്കാതിരിക്കാൻ ശത്രു ചെവികളെ അടച്ചിരിക്കുന്നുവെന്നും അത് കർത്താവ് അത് തുറന്ന് ദൈവത്തിൻ്റെ വചനം അകത്ത് പ്രവേശിപ്പാൻ വഴിയുണ്ടാക്കുമെന്നും അങ്ങനെ കർത്താവ് ചെവികളെ തുളച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ആ വചനത്തിലുള്ള വിശ്വാസം മുഖാന്തരം ക്രിസ്തു ഉള്ളിൽ പ്രവേശിപ്പാനും സാധിക്കുന്നുവെന്നും ഇപ്രകാരം സാധിക്കാത്ത ആരും ആ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുവാനും കർത്താവിൻ്റെ സന്നദ്ധയിൽ ഒരുക്കപ്പെട്ട കർത്താവിലേക്ക് ചേർക്കപ്പെടുവാനും ഇടയായി തീരുകയില്ല എന്നും കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടയായി തീർന്നു. അതിന് നമ്മൾ അതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളും എല്ലാം ഗ്രഹിക്കാൻ ഇടയായി തീർന്നു. ക്രിസ്തു ഒരാളുടെ ഉള്ളിൽ വരുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം കേൾവിയാണ്, കേൾവി വചനത്താലാണ്. ആദാമിലും ഹവ്വയിലും പ്രവേശിച്ചതും അങ്ങനെ തന്നെയാണ്. കർത്താവ് പറഞ്ഞ വചനത്തെ കേട്ടു, വിശ്വസിച്ചു, ക്രിസ്തു ഉള്ളിൽ പ്രവേശിച്ചു, ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചു, മുഖത്ത് തേജസ്സും വസിച്ചു. ഇങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ശത്രു അവരെ വഞ്ചിച്ചത്. ശത്രു പറഞ്ഞത് അവർ വിശ്വസിച്ചു, ദൈവത്തെ അവിശ്വസിച്ചു. ശത്രു പറഞ്ഞത് അനുസരിച്ചു, ദൈവത്തോട് ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഇങ്ങനെ വന്നതോടുകൂടി ശരീരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറി അനുസരണക്കേണ്ട ആത്മാവ് വന്നു, ഉള്ളിൽ ദുരാത്മാവ് വന്നു, മുഖത്ത് ലജ്ജയും വന്നു. ഇത് മാറ്റിയെടുക്കാനായി അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിന് വേണ്ടി ചെവികളെ തുറക്കുന്നു. ചെവികളെ തുറന്ന് വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ പ്രവേശിക്കണം. വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ വിശ്വാസം കേൾവിയാൽ വരണം. കേൾവി വചനത്താൽ വരണം. അപ്പോൾ വചനം കേൾവിയാൽ ഉള്ളത്തിൽ പ്രവേശിക്കണമെങ്കിൽ ചെവികളെ തുളച്ചവനായിരിക്കണം. അതെങ്ങനെയാണ് തുളയ്ക്കുന്നതെന്ന്, തുളച്ചവൻ്റെ ഉള്ളിലേക്ക് ക്രിസ്തു അങ്ങനെ പ്രവേശിക്കുന്നതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാടിയായി തീർന്നു. ഇപ്രകാരം തുളച്ച ചെവിയുള്ളവൻ ക്രിസ്തു ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ നിന്ന് വളർച്ച പ്രാപിച്ച് ജീവൻ ക്രിസ്തു ഉരുവായി ക്രിസ്തുവിനെ വരച്ചു കിട്ടി തികഞ്ഞ പുരുഷത്വത്തോളം വളർന്നു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ ഗംഭീരനാദം പുറപ്പെടുവിക്കുമ്പോൾ അത് അവൻ കേൾക്കാനും അവൻ്റെ ഉള്ളിൽ പ്രവേശിപ്പാനും അവൻ ഉണരുവാനും അവൻ കർത്താവിലേക്ക് ചേരുവാനും ഇടയായിത്തീരും. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. എന്നാൽ ഇടറിപ്പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കർത്താവ് ചെവികളെ തുളച്ചിട്ടില്ല. കാരണം കർത്താവ് എല്ലാവരുടെയും ചെവികളെ തുളയ്ക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ അനേകരുടെ ചെവി തുളച്ചിട്ടില്ല. കാരണം ചെവി തുളയ്ക്കുമ്പോൾ മറുത്തു നിൽക്കും. ഏത് മനുഷ്യനും തൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തെ തുളയ്ക്കുമ്പോൾ വേദന ഉണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ്റെ ചെവികളെ ദൈവം തുളയ്ക്കുമ്പോൾ അവന് വേദനയുണ്ടാവും. ആ വേദന എന്ന് പറയുന്നത് അരിഷ്ടതയും കഷ്ടതയും പ്രയാസങ്ങളുമാണ്. അവൻ അരിഷ്ടതയാൽ തന്നെ അവരുടെ ചെവികളെ തുറക്കുന്നു. അപ്പോൾ മനുഷ്യന് വരുന്ന കഷ്ടതയും അരിഷ്ടതയും ഞെരുക്കത്തിൽ കൂടിയാണ് അവൻ്റെ ചെവികളെ തുളയ്ക്കുന്നത്. അങ്ങനെ തുളച്ച ഒരു ഉദാഹരണവും നമ്മൾ 1 ദിവസം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിച്ചു. ഇങ്ങനെ ക്രിസ്തു ഉള്ളിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ചെവികളെ തുളച്ച് വചനം പ്രവേശിച്ച് വിശ്വാസമായി പരിണമിച്ച് ക്രിസ്തു പ്രവേശിച്ചിട്ടുള്ളവൻ ക്രമേണ അത് വളർന്നുകൊണ്ട് തക്ക സമയത്ത് കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ കർത്താവിൻ്റെ ഗംഭീരനാദം പുറപ്പെടുവിക്കുമ്പോൾ യാതൊരു തടസ്സവും ഇല്ലാതെ ആ ശബ്ദം കേട്ട് കർത്താവിനോട് ചേരുവാനിടയായിത്തീരും. അല്ലാത്തവർ ഇടറിപ്പോവും. കാരണം എന്താ? സീനായ് മലയിൽ സ്വർഗസ്ഥനായ ദൈവം സീനായ് മലയിൽ നിന്ന് അഗ്നിയുടെ നടുവിൽ നിന്ന് സംസാരിച്ചപ്പോൾ
ഇനി ആ ശബ്ദം ഞങ്ങൾ കേൾക്കരുതേ, കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ മോശയോട് അപേക്ഷിച്ചു. നിന്നോട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞാൽ മതി, നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ അനുസരിച്ചോളാം. ഇതുപോലെ തന്നെ അന്നും കർത്താവിൻ്റെ ഗംഭീരനാദം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് കേൾക്കുവാൻ സാധ്യമല്ലാതെ അത് സോറി അത് സഹിക്കുവാൻ സാധ്യമല്ലാതെ വണ്ണം അതിനെ അത് അവര് ഓടി ഒളിക്കുന്ന അനുഭവം ഉണ്ടാകും. അവർ ഇടറിപ്പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ചെവികളെ തുറക്കേണ്ടത് എങ്ങനെ, ചെവി തുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെവി തുറന്നാൽ എങ്ങനെ വചനം പ്രാപിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുമ്പോൾ ഇടയായി തന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാന ദൂതൻ്റെ ശബ്ദം. പ്രധാന ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാന ദൂതൻ ആരാണ്? ദൈവത്തിൻ്റെ സൈന്യാധിപനും പ്രധാന ദൂതനുമാണ് മീഖായേൽ. മീഖായേൽ എന്ന് പറയുന്ന ദൂതനാണ് ദൈവത്തിൻ്റെ സർവ്വസൈന്യാധിപൻ. ദൂതന്മാരുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് മീഖായേൽ. ഈ മീഖായേൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ സേവയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? സേവകാത്മാക്കളാണ് ദൂതന്മാർ. ആരുടെ? ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പക്ഷക്കാരായി തീർന്നവരെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് കടന്നു പോകേണ്ടുന്ന വഴികളും ദുർഘടങ്ങളും പ്രതിസന്ധികളും അനുസരിച്ച് അതിനെ തരണം ചെയ്യാൻ തക്കവണ്ണമുള്ള ശക്തിയേറിയ ദൂതന്മാരെ ആവശ്യത്തിന് ദൈവം കൊടുക്കും. അത് 1 100 എത്രയാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ എത്രയുണ്ടോ അതനുസരിച്ചിട്ട് അവരുടെ സംരക്ഷണത്തിനുള്ള ദൂതന്മാരെ ദൈവം അവർക്ക് കൊടുക്കും. ഇങ്ങനെ ദൈവം അവർക്ക് കൊടുത്ത ദൂതന്മാർ ഇവരെ വിവിധ നിലകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇവരോടാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളത്, അവരുടെ കല്ലിന്മേൽ തട്ടിപ്പോകരുത്, അവരെ സംരക്ഷണം ചെയ്തു കൊള്ളണം, ശത്രു അവരെ ഉപദ്രവിക്കരുത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ദൂതന്മാരുടെ ഉത്തരവാദിത്വത്തിലാണ് പിന്നെ മുൻപോട്ട് പോകുന്നത്. ഈ ദൂതന്മാരുടെ കാവലിനെ സംബന്ധിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു ദിവസം ദൈവപുത്രന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നു. കൂട്ടത്തിൽ സാത്താൻ ഉണ്ടായിരുന്നു. ദൈവം സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് വരുവാ. അവൻ്റെ പണിയതാ. കർത്താവ് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചോ? നോക്കിയേ നീ, അവനെ പോലെ ദൈവഭക്തനും നേരുള്ളവനും ദോഷമിട്ടകലുന്നവനും നിഷ്കളങ്കനും ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞ സാക്ഷ്യം അവൻ ഉടനെ തന്നെ അതിനെതിരെ പറഞ്ഞു. അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷമിട്ടകലുന്നവനാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷെ ഇത് എന്തുകൊണ്ടെന്ന് കൂടെ ചിന്തിക്കണം. നീ അവന് ചുറ്റോട് അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കും. ഭയങ്കരമായൊരു വേലിയുണ്ട്. ആ വേലി ആർക്കുണ്ടോ അവൻ സുരക്ഷിതമായിട്ട് ജീവിക്കാം. അവന് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഈ വേലി എന്ന് പറയുന്നതിന് മനുഷ്യന് എത്ര വേലിയുണ്ട്? ഒന്ന്, ഒരു മനുഷ്യൻ്റെ പ്രാണന്റെ വേലി. 2, അവൻ്റെ ജീവന്റെ വേലി, ശരീരത്തിൻ്റെയും ജീവൻ്റെയും വേലി. 3ാമത്തത് തനിക്കുള്ള സമ്പത്തിൻ്റെ വേലി, തനിക്കുള്ളത് എല്ലാറ്റിൻ്റെയും വേലി. ഇങ്ങനെ 3 വേലികളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. അതിൽ ഇവൻ ഇത് പറഞ്ഞപ്പോൾ, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൻ നിഷ്കളങ്കനായിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ നിഷ്കളങ്കനായിരിക്കില്ല. നീ തൃക്കൈ നീട്ടി ആ വേലി ഒന്ന് പൊളിച്ചു കളാം. അവനുള്ളതൊക്കെ ഒന്ന് തൊട്. അപ്പോൾ കാണാം അവൻ ആരാണെന്ന്. അവൻ നിന്റെ മുഖത്ത് നോക്കി തേച്ച് പറയും എന്നുള്ളത് ഉറപ്പായിട്ടും സാത്താൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ കർത്താവ് സമ്മതിച്ചു, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. വേലി പൊളിക്കുക.
അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. ഇനി നീ അതിനെക്കുറിച്ച് എന്ത് ചെയ്താലും തടുക്കാൻ ദൂതന്മാർ വരില്ല. ആരും അതിനെതിര് പറയാൻ വരില്ല. സമ്മതിച്ചു പോയി. അവനുള്ളതിനെ മുഴുവനും നശിപ്പിച്ചു. 10 മക്കളെ കൊന്നു. സമ്പത്ത് മുഴുവനും അപഹരിച്ചു. ഒന്നുമില്ലാത്തവൻ. അവൻ പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വം കൊടുക്കുവാറാകട്ടെ. സാത്താൻ പറഞ്ഞ പോലെ കർത്താവിനെ തള്ളി പറഞ്ഞില്ല. വീണ്ടും അടുത്ത സന്ദർഭത്തിൽ സാത്താൻ ദൈവത്തിന് മുമ്പാകെ വന്നു. കർത്താവ് വീണ്ടും ചോദിച്ചു, എൻ്റെ ദാസനായ യോബിനെ നീ കണ്ടോ? അവനെ നശിപ്പിക്കേണ്ടതിന് നീ വെറുതെ എന്നെ സമ്മതിപ്പിച്ചു. ഇന്നും അവനവൻ്റെ ഭക്തി വിടാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത വാക്കാണ്, വെറുതെയാണോ? എല്ലാവരും തനിക്കുള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്നിരിക്കും. പക്ഷെ എൻ്റെ ജീവനെ തൊടണം. ത്വക്കിന് പകരം ത്വക്ക്, ജീവന് പകരം ജീവൻ. ജീവനെ തൊട്ട് കഴിയുമ്പോഴാണ് അറിയണത് യഥാർത്ഥത്തിൽ അവൻ ആരാന്നറിയുന്നത്. തൃക്കൈ നോട്ടി നീ അവൻ്റെ ശരീരത്തിൽ നിന്ന് ജീവനും തൊടും. അപ്പൊ കാണാം. രണ്ടാമത്തെ വേലിയും പൊളിക്കാൻ പോവാ. രണ്ടാമത്തെ വേലിയും പൊളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് കർത്താവ് പറഞ്ഞു, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. മനുഷ്യന് 3 വേലിയാണ്. തനിക്കുള്ളതിനൊക്കെയും സംരക്ഷിക്കാനുള്ള വേലി, തൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള വേലി, തൻ്റെ പ്രാണനെ സംരക്ഷിക്കാനുള്ള വേലി. ഇയ്യോബിൻ്റെ സകല സമ്പത്തിനെയും കവർന്നു കളയാൻ തക്കവണ്ണം വേലി പൊളിച്ചു. ഒന്നാമത്തെ വേലി. രണ്ടാമത്തെ അവൻ്റെ ജീവനെ, അവൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കത്തക്കവണ്ണമുള്ള വേലി പൊളിച്ചു. ശരീരം മുഴുവനും വല്ലാത്ത പരിക്കുകളാൽ ബാധിച്ചു. അവൻ്റെ ജീവനു കയ്പായി തോന്നി. ശരീരം വീർത്ത് പുഴുവരിക്കുന്നത് പോലെ അവൻ ബാധിക്കപ്പെട്ടു, രോഗബാധിതനായി. ഇത്രയുമായപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കില്ലേ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചുകളാ. എന്തിനാ നീ ജീവിക്കുന്നത്? എന്തിനാ നീ ജീവിക്കുന്നത്? യോബ് പറഞ്ഞു, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത്. നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളണം. അവൻ ത്യജിച്ച് പറഞ്ഞില്ല. രണ്ടാമത്തെ വേലി ഇല്ല. എന്നാൽ ശക്തമായിട്ടൊരു വേലി അപ്പോഴുമുണ്ട്, പ്രാണന്റെ വേലി. അത് കർത്താവ് പൊളിച്ചില്ല. എന്നാൽ ആദ്യത്തെ വേലി പൊളിച്ചപ്പോൾ കർത്താവിനെ മുഖത്ത് നോക്കി ത്യജിച്ച് പറഞ്ഞാൽ, ഈ രണ്ടാമത്തെ വേലി പൊളിച്ചപ്പോൾ കർത്താവിനെ മുഖത്ത് നോക്കി ത്യജിച്ച് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പറഞ്ഞത് എങ്ങനെയുണ്ട്? മൂന്നാമത്തെ വേലിയും പൊളിച്ചു കൊടുക്കേണ്ടി വരും. കർത്താവിനെ ത്യജിച്ച് പറയുന്നവനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ദൈവത്തിനില്ല. തനിക്കുള്ളതിന്റെ വേലിയെല്ലാം പൊളിച്ചപ്പോൾ, തൻ്റെ ജീവന്റെ വേലി പൊളിച്ചപ്പോൾ, പ്രശ്നമായപ്പോൾ ദൈവത്തിനെതിരായി തീർന്നെങ്കിൽ അവൻ്റെ പ്രാണനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനില്ല. മൂന്നാമത്തെ വേലിയും പൊളിച്ചു കൊടുക്കേണ്ടി വരും. ഇത് മൂന്നാമത്തെ വേലി പൊളിച്ചു കൊടുത്തില്ല. അവിടെയാണ് ദൈവം കെട്ടിയിരിക്കുന്ന വേലികളുടെ പ്രാധാന്യം അറിയുന്നത്. അവിടെയാണ് അബീഗയില് ദാവീദിനെ കുറിച്ച് പറഞ്ഞ വാക്ക്, നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തിയാലും യജമാനന്റെ പ്രാണൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ലോകത്തിൽ തനിക്കുള്ളവർ രക്ഷിക്കപ്പെട്ടു വന്നാൽ
ദൈവം അവരുടെ പ്രാണനെ എടുത്ത് തൻ്റെ ഒരു ഭാണ്ഡമുണ്ട്. പ്രാണനെ കൂട്ടിയിടുന്ന ഭാണ്ഡം. നമ്മൾ ഈ തുണി അലക്കാനൊക്കെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരു വലിയ വിരിപ്പ് അങ്ങ് വിരിച്ചതിന് ശേഷം അലക്കാനുള്ള തുണിയെല്ലാം കൂട്ടിയിട്ട് 4 വശത്തും കൂട്ടിക്കെട്ടി തലയിൽ വെച്ചുകൊണ്ട് അലക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഭാണ്ഡം. ഈ ഭാണ്ഡം, ദൈവത്തിനൊരു ഭാണ്ഡമുണ്ട്. ഈ ഭാണ്ഡം എന്ന് പറയുന്നത് അതിനകത്തേക്ക് തനിക്കുള്ളവരുടെ പ്രാണങ്ങളെ എടുത്തിടുന്നതാ. അവിടെ പറയുകയാണ്, ശത്രുക്കൾ യജമാനന് പ്രാണഹാനി വരുത്താൻ നോക്കിയാൽ യജമാനന്റെ പ്രാണൻ യഹോവയുടെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ 2 വേലി പൊളിച്ചാൽ യഥാർത്ഥത്തിൽ സഹിക്കാൻ തയ്യാറാണെങ്കിൽ ശത്രുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വേലി പൊളിച്ചാൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പൊയ്ക്കോട്ടെ. താൻ ജീവൻ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞ് തൻ്റെ ജീവനെ കൂടി പകയ്ക്കാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാം പോയിക്കോട്ടെ. കാരണം കർത്താവിൻ്റെ ജീവഭാണ്ഡത്തിൽ എൻ്റെ പ്രാണൻ ഉണ്ടാവണം. കർത്താവെ, എനിക്കുള്ളതെല്ലാം പൊയ്ക്കോട്ടെ, എൻ്റെ ജീവനും പൊയ്ക്കോട്ടെ, എൻ്റെ പ്രാണൻ കർത്താവിൻ്റെ ജീവഭാണ്ഡത്തിൽ ഉണ്ടാകണം. അതിനുണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയോ? ദാവീദിന്റെ മുമ്പാകെ ദാവീദ് ശൗലിന്റെ മുൻപാകെ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ദുരാത്മാവ് കയറി കുന്തം കൊണ്ട് അവനെ കൊല്ലാനായിട്ട് ചാണ്ടി. അല്പം കൊണ്ട് രക്ഷപ്പെട്ടു പോയി. പലയിടങ്ങളിലും വെച്ച് ദാവീദിനെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചു. വളഞ്ഞിട്ട് പിടിക്കുമെന്ന് വന്നപ്പോഴേക്കും അറിയിപ്പ് വന്നു, ഇതാ ശത്രു രാജ്യം നമ്മെ ആക്രമിക്കുന്നുണ്ട്, ഉടനെ തന്നെ തിരിച്ചു പോകണം. അങ്ങനെ ദാവീദിനെ വിട്ടിട്ട് തിരിച്ചുപോയി. എന്താ സാധിക്കാത്ത കാര്യം? ഇത്രയും രാജസന്നാഹങ്ങളും രാജ്യവും ശക്തിയും സകല ആയുധങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ കൃമി പോലെ ഇരിക്കുന്ന ദാവീദിനെ ശൗലിന് തൊടാനോ ഒന്നും ചെയ്യാനോ സാധിക്കാത്തതിന്റെ കാരണം എന്താ? അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് 3 വേലിയാണ്. 1 തനിക്കുള്ളതിൻ്റെ വേലി, 2 തൻ്റെ ജീവന്റെ ശരീരത്തിന്റെ വേലി, 3 തൻ്റെ പ്രാണന്റെ വേലി. പ്രാണന്റെ വേലി ഭദ്രമാണെങ്കിൽ മറ്റ് സകലതും നശിപ്പിച്ചാലും ശരീരം പിച്ച് ചീന്തിയാലും ശദ്രക്ക് മേശക്ക് വേദനകോ ആ പെരിഞ്ചൂളയിൽ വീണിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. തനിക്കുള്ളതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്താ കാരണം? പ്രാണൻ യഹോവയുടെ ജീവന്റെ ഭാണ്ഡത്തിലാ. പ്രാണൻ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ ഉണ്ടെങ്കിൽ അവൻ എവിടെ നടന്നാലും നിഴൽക്കുത്തെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരാള് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോയിൽ, അല്ലെങ്കിൽ ഒരാളുടെ നിഴല് ഭിത്തിയിൽ വീണിരിക്കുക, ആ ഭിത്തിയിൽ ആ നിഴലിനെ എന്തെല്ലാം ഉപദ്രവിച്ചിട്ട് എന്ത് പ്രയോജനം? ഇതുപോലെയാണ് ജീവഭാണ്ഡത്തിൽ പ്രാണൻ കെട്ടപ്പെട്ടവരുടെ ജീവിതാവസ്ഥ. എല്ലാം നശിച്ചെന്ന് ചിന്തിക്കും. 10 മക്കൾ മരിച്ചു, സമ്പത്ത് മുഴുവൻ പോയി, വീടില്ലാതായി തീർന്നു, എല്ലാവരും ശത്രുക്കളായി തീർന്നു, രോഗം വന്നു, ശരീരം ക്ഷയിച്ചു. മരിച്ചവനേക്കാൾ കഷ്ടത്തിലായി. പക്ഷേ എന്താ തീർന്നു പോകാത്തെ? വചനം പറയുന്നത്, മുൻപുണ്ടായിരുന്ന എത്രമാത്രം പ്രതാപം ഇയ്യോബിനുണ്ടായിരുന്നുവോ അതിനേക്കാൾ ഇരട്ടിയാണ് പിന്നെ ഉണ്ടായത്. ഇനി ഈ 2 വേലിയും പൊളിക്കാതെ, ഈ 2 വേലിയും തനിക്കുള്ള സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ, കർത്താവിന്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറഞ്ഞാലോ? നാം തള്ളി പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളി പറയും. തള്ളി പറഞ്ഞിരുന്നെങ്കിലോ? സാത്താൻ പറയും,
കർത്താവെ ആ മൂന്നാമത്തെ വേലി ഒന്ന് പൊളിച്ചു താരണം. അങ്ങനെ വേലി പൊളിച്ചതാണ് യൂദയുടെ. അവൻ എന്തെല്ലാം ചെയ്തിട്ടും, അവനോട് എത്ര പറഞ്ഞിട്ടും അവൻ മറുപടി വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു. കർത്താവിനെ വിറ്റ കാശ് കയ്യിലിരിക്കെ കർത്താവിന്റെ മേശയിൽ നിന്ന് പാനം ചെയ്യുവാൻ കരം നീട്ടി യേശു അപ്പം വീഞ്ഞിൽ മുക്കി അവന് കൊടുത്തു. അപ്പം കയ്യിൽ വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. വേലി പൊളിച്ചു. ആരിൽ കടന്നു? യൂദായിൽ കടന്നു. അതായത് മൂന്നാമത്തെ വേലി അങ്ങ് പൊളിച്ചു കൊടുത്തു. ജീവന്റെ ഭാണ്ഡത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ഇനി മുതൽ യഹോവയുടെ ജീവന്റെ ഭാണ്ഡത്തിൽ യൂദായുടെ പ്രാണനില്ല. വേലി പൊളിച്ചതോടുകൂടി സാത്താൻ അതിനകത്തേക്ക് കടന്നു. പിന്നെ പോയ വഴി എന്താ? പിന്നെ പോയ വഴി എന്ന് പറയുന്നത്, അനുതപിച്ചു, മഹാപുരോഹിതന്റെ അടുക്കൽ പോയി, അവര് തള്ളി, നിരാശപ്പെട്ടു, പോയി കെട്ടിഞ്ഞാൻ ചത്തുകളഞ്ഞു, കുടലെല്ലാം തുറിച്ചുപോയി. പിന്നെ നടന്ന സംഭവങ്ങൾ ഭയങ്കരമാണ്. മൂന്നാമത്തെ വേലി പൊളിച്ചാലുള്ള വിഷയമാണ്. ജീവഭാണ്ഡത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ പ്രാണനെ എടുത്തു കളഞ്ഞ് പ്രാണന്റെ വേലി അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ കണക്കൂട്ടാൻ പറ്റില്ല. അത്ര ഭയങ്കരമാണ്. നമ്മളിവിടെ ചിന്തിക്കുന്നത് കർത്താവിന്റെ വരവിങ്കൽ ഇടർച്ച എന്ന വിഷയമാണ് ചിന്തിക്കുന്നത്. വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവിന്റെ വരവിങ്കൽ ഇടർച്ച. കർത്താവിന്റെ വരവിങ്കൽ 3 ശബ്ദമുണ്ടാകുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, കർത്താവിന്റെ ഗംഭീരനാദം. അത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഇവിടെ രണ്ടാമതായി പ്രധാന ദൂതന്റെ ശബ്ദം. ഇതാ വിഷയം. കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്ന പ്രധാന ദൂതന്റെ ശബ്ദം. ഈ പ്രധാന ദൂതൻ ശബ്ദം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് പോലീസുകാരുടെ തലപ്പത്തിരിക്കുന്ന IG ഒരു ലെറ്റർ, ഒരു ഓർഡർ ഇട്ട് എല്ലാ സിറ്റികളിലും, പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം നാളെ പരിശോധന കർശനമാക്കിക്കൊള്ളണം. വിശേഷിച്ച് കാറുകളെല്ലാം ചെക്ക് ചെയ്തേ വിടാവൂ. IG അവിടെ നിന്ന് ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ എനിക്കെന്താ? ഞാനിവിടെ സുവിശേഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ബാധിക്കുന്നത് എങ്ങനെയാണ്? എനിക്കത് ബാധകമൊന്നും. അത് പരിശോധിക്കേണ്ടത് കേൾക്കേണ്ടവർ കേൾക്കും. അത് ആർക്കുള്ളതാണ്? അത് IG കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റും അവിടെ പ്രവർത്തിക്കുന്ന അധികാരികളും ഇവിടെ ഉണ്ട്. അവരെ ബാധിക്കുന്ന അവർക്കുള്ളതാ. ഇതുപോലെയാണ് പ്രധാന ദൂതൻ കൽപ്പിക്കുന്ന കൽപ്പന. അത് എന്നാ കൽപ്പന? പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്നാ? പ്രധാന ദൂതൻ കൽപ്പിച്ച് ഏത് ഭാഷയിലാണ് പറയുന്നത്? എനിക്കത് നോക്കേണ്ട കാര്യമില്ല. പിന്നെയോ, എനിക്ക് കർത്താവ് ഒരു 3 വേലി തന്നിട്ടുണ്ട്. എൻ്റെ സമ്പത്തുകൾക്കും എനിക്കുള്ളവരെയും എനിക്കുള്ളതിനെയും എല്ലാം പരിപാലിക്കാൻ ഒരു സമ്പത്ത് തന്നിട്ടുണ്ട്. 2, എൻ്റെ ജീവനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ കല്ലിന്മേൽ തട്ടിപ്പോകാതെയും എന്നെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. 3, എൻ്റെ പ്രാണനെ ശത്രു തൊടാതെ വണ്ണം വീണ്ടെടുത്ത് സമാധാനത്തിലാക്കിയ ദൈവം അതിനെ സമാധാനത്തിൽ പരിപാലിക്കാൻ എനിക്ക് ദൂതന്മാരെ തന്നിട്ടുണ്ട്. അവരെ ബാധിക്കുന്നതാണ് ഈ ശബ്ദം. ഏത് ശബ്ദം? പ്രധാന ദൂതന്റെ ശബ്ദം. പ്രധാന ദൂതൻ ആരാന്ന് നമ്മൾ പഠിച്ചു? മീഖായേലാണ്. മീഖായേലിന്റെ കീഴിലുള്ള ദൂതന്മാരുടെ ഒരു കൂട്ടം എൻ്റെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ ഉണ്ട്. എനിക്കുള്ളതിനെ പരിപാലിക്കാൻ, എൻ്റെ ശരീരത്തെ ജീവനെ പരിപാലിക്കാൻ, എൻ്റെ പ്രാണനെ പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ. അവർക്കുള്ള നിർദ്ദേശമാണ് പ്രധാന ദൂതൻ പറയുന്നത്.
അപ്പോൾ അതിൻ്റെ അവരെ ബാധിക്കുന്നത് എന്താ? ഈ ശബ്ദമാണ് പറയുന്നത്, നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാ. 30 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് നിങ്ങൾ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ പാപത്തിൽ നിന്ന് കോരിയെടുത്ത് കർത്താവിന്റെ നാമത്തിൽ പാപത്തെ കഴുകിക്കളഞ്ഞ് രക്ഷയിലാക്കി വെച്ച് നിങ്ങളെ ഏൽപ്പിച്ച ആ വ്യക്തി ഇതാ എടുക്കപ്പെടാൻ പോവുക കർത്താവിന്റെ അടുക്കിലേക്ക്. നിങ്ങൾ ആ വ്യക്തിയെ വേഗം ഒരുക്കിക്കൊള്ളണം. ശത്രു തൊടാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളണം. അവർക്ക് കൂടെയുള്ള ദൂതന്മാർ പെട്ടെന്ന് ഒരുങ്ങി. കാരണം ഇയാളെ മുകളിലേക്ക് എടുക്കേണ്ടതാ. എന്നാൽ ഈ സമയത്ത് ഇടർച്ച വരുന്നത് എങ്ങനെയാ? ഈ സമയത്ത് ഇടർച്ച വരുമോ? വരും. എങ്ങനെ? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. പരീക്ഷിക്കപ്പെടുമ്പോൾ ഓർക്കേണ്ടത്, പരീക്ഷിക്കപ്പെടുമ്പോൾ സംരക്ഷിക്കാൻ തന്നിട്ടുള്ള ദൂതന്മാർ മാറി നിൽക്കണം. അവിടെ കയറി പരീക്ഷിക്കാൻ പറ്റില്ല എന്നും പറയാൻ പാടില്ല. കാരണം ശത്രു എതിര് നിന്നുകൊണ്ട് വാദിക്കാൻ പോവാ ഈ വ്യക്തിയെക്കുറിച്ച്. ദൈവത്തിന് മുമ്പാകെ വിസ്തരിക്കാൻ പോവാ. ഇങ്ങനെ വിസ്തരിച്ച് വാദിക്കുമ്പോൾ ദൂതന്മാർ മാറി നിന്നോളണം. അപ്പോൾ ദൂതന്മാർ മാറി നിന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ പരിശോധനയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തു. സാത്താൻ പറഞ്ഞു, നല്ല വിശപ്പാ, 40 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നല്ല വിശപ്പിലാ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിച്ചാൽ പോരെ? ഒന്ന് കൽപ്പിച്ച് ഒന്ന് കാണട്ടെ. ഒരു വെല്ലുവിളി പോലെ. എന്നാ വാശിക്ക് അത് ഉണ്ടാക്കിയിട്ടുള്ളൂ. യേശു കല്ല് അപ്പമായി തീരാൻ പറഞ്ഞാൽ കേൾക്കില്ലേ? ആവൂലേ? ഈ കല്ല് അപ്പമായി തീരണ എന്തിനാ? അല്ലാതെ തന്നെ പറഞ്ഞാൽ ആവൂലേ? ആകും, ആകും. എന്നാൽ ദൈവത്തിന്റെ വചനം, ആ വചനം കൊണ്ട് വേണം ഇവനെ ജയിക്കാൻ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കൊണ്ടുപോയി അടുത്ത പരീക്ഷയ്ക്ക് കൊണ്ടുപോയി. ഒരു ഉയർന്ന സ്ഥലത്ത് നിർത്തിയതിനു ശേഷം, നീ ദൈവപുത്രനെങ്കിൽ ഇങ്ങോട്ട് ചാടുക, ഈ മന്ദിരത്തിന്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുക. ചാടിയാൽ അതിനകത്ത് പോവും? അതല്ല. കർത്താവ് പറഞ്ഞു, വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താ? നീ പറഞ്ഞതും വചനമാ. വചനത്തിന്റെ പൂർണ്ണത മറ്റൊരു സ്ഥലത്താ. കാരണം സാത്താൻ വചനമില്ലാതെ പറഞ്ഞതല്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് വചനത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് അങ്ങ് ചാടാനാ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ഈ വചനത്തിന്റെ പൊരുൾ കണ്ടെത്തുന്നത് എങ്ങനെയാ? ഇണവചനങ്ങൾ കൂട്ടിയാണ് വചനത്തിന്റെ പൊരുൾ കണ്ടെത്തുന്നത്. നിന്റെ വചനത്തിന്റെ സാരം സത്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ശരിയാ, നീ പറഞ്ഞു ശരിയാ. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കർത്താവിനെ പരീക്ഷിക്കരുത്. അവൻ സന്ദർഭവശാൽ ചാടിയെങ്കിൽ, വീണെങ്കിൽ താങ്ങാൻ ദൂതന്മാരുണ്ട്. കർത്താവിനെ പരീക്ഷിച്ച് ചാടിക്കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ദൈവം ഉത്തരവാദിയല്ല. ഇങ്ങനെ പരീക്ഷയെല്ലാം തികച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ആ സംഭവം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ
കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. പരീക്ഷയെല്ലാം തികച്ചു കഴിഞ്ഞിട്ടും യേശു തോൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിശാച് വിട്ടുപോയി. മാറി നിന്ന് ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. അതായത് അവൻ സംരക്ഷിതനായി. ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പരീക്ഷയ്ക്ക് ദൈവത്തിൻ്റെ നമ്മൾ പഠിക്കുന്നത് ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ ഉറച്ചു നിൽക്കാനാണ് ദൈവത്തിൻ്റെ ജനത്തോട് പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുദിനം പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുന്നതിന് പരീക്ഷയുണ്ട്. ഇങ്ങനെ പഠിച്ചും പരീക്ഷിക്കപ്പെട്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളർന്നും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ പരീക്ഷയെ സമയം വരുമ്പോൾ ദൂതന്മാർ വിട്ടുമാറും. പരീക്ഷ കഴിയുമ്പോൾ അടുത്ത് വരും. വീണ്ടും അകന്നു മാറിയ ദൂതന്മാരെ അടുത്ത് വന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ പരീക്ഷ ജയിക്കണം. അല്ല എങ്കിൽ ഒരു പ്രാവശ്യം തോറ്റെന്നിരിക്കട്ടെ, തോറ്റാൽ ദൈവം വീണ്ടും അനുവദിക്കും. അവനെ മാനസാന്തരപ്പെട്ട് ക്രമീകരിക്കാൻ അനുവദിക്കും. വീണ്ടും അവൻ പരീക്ഷിക്കപ്പെട്ടു, അതിലും തോറ്റാൽ വീണ്ടും ദൈവം അനുവദിക്കും. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇവൻ ദൈവത്തിൻ്റെ വഴിക്ക് നീങ്ങുന്നവനല്ല എന്ന് കണ്ടാൽ, കർത്താവിൻ്റെ വചനം പറയുന്നത്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. 40 ആണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസമുണ്ടായിരുന്നു. ദൈവം അവരെ തള്ളിക്കളഞ്ഞു. ദൈവം അവരെ തൻ്റെ അടുക്കൽ നിന്ന് തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ പ്രാണന്റെ വേലി പൊളിച്ചു കൊടുക്കണം. സംരക്ഷണത്തിനായിട്ട് കൊടുത്ത ദൂതന്മാരെ തിരിച്ചെടുക്കണം. ഇവനെയും കൊണ്ടുപോകാൻ സാത്താനെയും അവൻ്റെ സൈന്യത്തെ അനുവദിക്കണം. 3 കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. 3 കാര്യങ്ങൾ. അതായത് പ്രാണന്റെ വേലി പൊളിച്ചു കൊടുക്കണം. 3 വേലിയാണ് മനുഷ്യന്. അതിൽ 3-ാമത്തെ വേലി, പ്രാണന്റെ വേലി പൊളിച്ചു കൊടുക്കണം. കൊടുത്ത സംരക്ഷണത്തിലുള്ള ദൂതന്മാരെ തിരിച്ചെടുക്കണം. പിശാചിനും അവൻ്റെ സൈന്യത്തിനും ഇവനെ വിട്ടുകൊടുക്കണം. യൂദായ്ക്ക് സംഭവിച്ചതാ. അതുപോലെ തന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതും അത് തന്നെയാണ്. ആ വാക്യം നമുക്ക് വായിക്കാം. 7:39 അപ്പോസ്തലപ്രവൃത്തി. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. അനേക പ്രാവശ്യം, 10 പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ചു. അങ്ങനെ ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. മാത്രമല്ല, അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. തീർന്ന് അവരുടെ വേലി പൊളിക്കാൻ പോവാ. ഇനിയും ഇവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമോ താല്പര്യമോ ദൈവത്തിനില്ല. കാരണം അവരെ കുറ്റങ്ങൾ എഴുതിയിരിക്കുന്നത് ഇവർ ദൈവത്തിന് കീഴ്പ്പെടില്ല. ഇവർ വിട്ടുപോകുന്ന ദേശത്തുണ്ടായിരുന്ന അവരുടെ ആരാധന വസ്തുവാണ് കാളക്കുട്ടി. അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയില്ല. അതിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അതിന് മുമ്പിൽ സന്തോഷിച്ച് ആരാധിക്കുക, ദൈവത്തെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. ഇങ്ങനെ വന്നപ്പോഴേക്കും
ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്ത പണിക്ക് ദൈവവും പിന്തിരിഞ്ഞു. ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു കളഞ്ഞു. കൈവിട്ടു. കൈവിട്ട് കളഞ്ഞു. അവിടെ ഒരു വലിയൊരു മാറ്റം നടക്കുക. മിസ്രയീമിൽ നിന്ന് പോന്നപ്പോ ദൈവം കൊടുത്തിട്ടുള്ളത് പ്രാണന്റെ വേലി, ശരീരത്തിന്റെ ജീവന്റെ വേലി, ശരീരത്തിനൊന്നും ഒരു ഒരു കേടും കൂടാതെ സൂക്ഷിക്കുക. അവർക്കുള്ള സമ്പത്തിന്റെ വേലി, ഇത്രയും സംരക്ഷണത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവരെ ഇനി നേരെയാക്കി എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ കൈവിട്ട് കളഞ്ഞതിന് ശേഷം ഇവർക്ക് സംരക്ഷണത്തിന് കൊടുത്തിട്ടുള്ള ദൂതന്മാരെ തിരിച്ചെടുത്തു. കൈവിട്ട് കളഞ്ഞതിന് ശേഷം പിശാചിനും അവന്റെ സൈന്യത്തിനും, ശത്രുവിനും അവന്റെ സൈന്യത്തിന് ദൂതന്മാർക്കും ഇവരെ വിട്ടുകൊടുത്തു. ഇവരുടെ പ്രാണന്റെ വേലി പൊളിച്ചു. ഇനി ഇവരുടെ മേൽ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. ഇനി ഇവരെ കൊണ്ടുപോകുന്നത് എതിരാളിയായ സാത്താനാണ്. അങ്ങനെയാണ് വചനം പറയുന്നത്, അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളേണ്ടത്, അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, പരീക്ഷയിൽ ആവർത്തിച്ച് തോറ്റ് ഒടുവിൽ ഇവരെ ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് തിരിയുകയില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് മനഃപൂർവ്വം ചെയ്യുന്ന പാപം. മനഃപൂർവ്വം, ഒരിക്കലും അറിയാതെയല്ല, ബലഹീനത കൊണ്ടുമല്ല, പിന്നെയോ മനഃപൂർവ്വം കണക്ക് കൂട്ടി ചെയ്യുന്ന പാപം. പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. വേലി അങ്ങോട്ട് പൊളിച്ചു. അതായത് ദൂതന്മാരുടെ കാവലിനെ നീക്കി ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പോവുകയാണ്. പിന്നെ ഒരിക്കലും ഇവരുടെ കൂടെ ഇവരുടെ രക്ഷയ്ക്കായിട്ടും ഇവരുടെ താങ്ങിനായിട്ടും ദൂതന്മാരുണ്ടാവില്ല. കാരണം ജീവന്റെ ഭാണ്ഡത്തിൽ നിന്ന് ഇവരുടെ പ്രാണങ്ങളെ ദൈവം എടുത്ത് പുറത്തു കളഞ്ഞു. നമ്മളിവിടെ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവിന്റെ നാളിലെ ഇടർച്ചയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഈ പുതിയ നിയമ കാലഘട്ടത്തിലും ദൈവസഭയിൽ കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വലിയൊരു കൂട്ടം ഇപ്പോഴും ഇങ്ങനെയുണ്ട്. എങ്ങനെ? ഈ ദൂതന്മാരുടെ കാവൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള വലിയൊരു കൂട്ടം ഇപ്പോഴും ഉണ്ട്. അവരും പ്രതീക്ഷിച്ചിരിക്കുക, കർത്താവ് വരും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരും. എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? പ്രധാന ദൂതൻ തങ്ങളോട് കൂടെയുള്ള ദൂതൻ, ആ ദൂതന്റെ പ്രവർത്തനം അറിയാവോ? തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും തങ്ങളെ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച് കാത്തു പരിപാലിപ്പാൻ ശക്തമായി ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നതാണ്. ഈ ദൂതന്മാർ മരണസമയത്ത് ഈ പ്രാണനെയും കൊണ്ട് കർത്താവിന്റെ അടുക്കൽ ചെല്ലേണ്ടതാ. അനുദിനം ഈ ദൂതന്മാർ ഉയരത്തിലേക്ക് നോക്കി ദൈവത്തോട് പറയേണ്ടതാണ് ഇവരുടെ വിവരം എന്താന്ന്. നിന്നെ നോക്കാൻ ഏൽപ്പിച്ചവരുടെ വിവരം എന്താണെന്ന് ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാ. മാത്രമല്ല, പരീക്ഷയിലും ശോധനയിലും എല്ലാം ജയിച്ച് ശുശ്രൂഷയും ഓട്ടവും തികച്ചവരാകുന്നുവെങ്കിൽ ഇവരുടെ അനുഗ്രഹം ആര് പ്രാപിക്കുന്നുവോ അവർക്കും കൂടി ഈ സംരക്ഷണം ലഭിക്കാൻ തക്കവണ്ണം അവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ദൂതന്മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ജ്യേഷ്ഠാവകാശം യോസേഫിന്റെ 2 മക്കൾക്ക് കൊടുത്തു. യോസേഫിന് കൊടുത്തു, അതായത് യോസേഫിന് 2 മക്കൾക്കായിട്ട് കൊടുത്തു. ഇങ്ങനെ കിട്ടി യോസേഫിന്റെ 2 മക്കളായ എഫ്രൈമിനെയും മനശ്ശെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. ആ വാക്യം ശ്രദ്ധിച്ചു വായിക്കാം. ഇസ്രായേൽ വലങ്കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടങ്കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായി ഇങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു.
എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓട്ടം തികച്ചവൻ, വിശ്വാസം കാത്തവൻ, ശുശ്രൂഷ തികച്ചവൻ അടുത്ത തലമുറയെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കേണ്ട ഇത്രയും കാലം എന്നെ പരിപാലിച്ചവൻ എൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനെയും പരിപാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. ഓർത്തുകൊള്ളണം. ഏ- എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ്റെ ഉത്തരവാദിത്വം മനസ്സിലായില്ലേ? അത്ര ഭയങ്കരമായ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിൽക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്താതിരിക്കാൻ നോക്കിക്കൊള്ളുവീൻ. നമ്മൾ ദൈവസഭയിൽ കടന്നു വരുന്ന ഒരാളെ തുച്ഛീകരിക്കാനോ ദൈവവിശ്വാസത്തിൽ വരുന്ന ഒരാളെ ഒന്നുമില്ല എന്ന് കാണാനോ പാടില്ല. കാരണം വചനം പറയുന്നത്, അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. അതായത് ഞാൻ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടത്തിൻ്റെ റൂഫേ കാണാവുള്ളൂ, അല്ലെങ്കിൽ മേഘം മാത്രമേ കാണാവുള്ളൂ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. എന്നെ സംരക്ഷിക്കാൻ തന്നിട്ടുള്ള ദൂതൻ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖം കാണണേ. എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാനേ എനിക്ക് കഴിയുള്ളൂ. പക്ഷെ ദൂതൻ മുകളിലേക്ക് നോക്കി ദൈവത്തോട് പറയും, ദാ എന്നെ നോക്കാൻ ഏൽപ്പിച്ച ആളെ ഉപദ്രവിക്കാനായിട്ട് ആൾ വരുന്നു. തീരുമാനം വരും, വേഗം തീരുമാനം വരും. അത്രയേറെ സംരക്ഷണമാണ് ഈ ദൂതനും രക്ഷിക്കപ്പെട്ട മനുഷ്യനും തമ്മിലുള്ളത്. കാരണം ഇവന്റെ പ്രാണൻ ജീവഭാണ്ഡത്തിലാണ് കർത്താവിൻ്റെ. അത് അവസാനം ശുശ്രൂഷ തികയ്ക്കുന്ന സമയം, അനുഗ്രഹിക്കുന്ന സമയം, മരിക്കുന്ന സമയം, അതെല്ലാം ഓരോരോ സന്ദർഭങ്ങളിൽ ഈ ദൂതന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കരമാണ്. ഇവിടെ വചനം പറയുന്നത്, കർത്താവിന്റെ വരവായി, കർത്താവിന് ഗംഭീരനാദം വന്നു, അടുത്തത് പ്രധാന ദൂതന്റെ ശബ്ദം വന്നു. മാറ്റമൊന്നുമില്ലല്ലോ. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. കാര്യം വേറെയാണ്. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരുണ്ടായിരുന്നു. പ്രാണൻ ജീവഭാണ്ഡത്തിലുണ്ടായിരുന്നു. ഏതെങ്കിലും ഹൃദയം വേദനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ദൂതൻ ഉയരത്തിലേക്ക് നോക്കി പക്ഷപാതം ചെയ്യുമായിരുന്നു. ദൂതൻ എല്ലാ സഹായവും ചെയ്യുവാൻ തക്കവണ്ണം കൂടെ ഉണ്ടായിരുന്നു. 3 വേലികളും ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഇന്ന് അതൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? അറിവില്ല. ആത്മീക ദൂതന്മാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തീർത്തും ആത്മീക മണ്ഡലങ്ങളിൽ നടക്കുന്നതാകൊണ്ട് ഭൗതിക മണ്ഡലത്തിലേക്ക് ഒന്നും വെളിപ്പെട്ട് വരുന്നുമില്ല. വചനം പറയുന്നത് ഈ സന്ദർഭത്തിലാണ് വലിയൊരു കൂട്ടം ഇടറിപ്പോകുന്നത്. കാരണം ദൂതന്മാരുടെ സംരക്ഷണം അവർക്ക് എന്നേ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 വേലിയും പൊളിക്കപ്പെട്ടിരിക്കുന്നു. പ്രാണന്റെ വേലി വിശേഷാൽ പൊളിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം, തൻ്റെ പ്രാണൻ ജീവന്റെ ഭാണ്ഡത്തിൽ ഇല്ലാതെ വണ്ണം അത് എന്നേ പുറത്തുപോയി. കർത്താവിനെ കാത്തിരിക്കുന്നവർ ആ ദിവസം ഇടറി, അത് ഏറ്റവും ദോഷകരമായ ഒരു ദിവസമായി തീരാതിരിപ്പാൻ ഇന്നേ തന്നെ, ഈ കൃപയുടെ ഈ കാലത്ത് തന്നെ, കർത്താവേ, എൻ്റെ വേലി എവിടെ? എൻ്റെ പ്രാണന്റെ വേലി എവിടെ? എനിക്കുള്ളതിൻ്റെ വേലിയല്ല, എൻ്റെ ജീവന്റെ വേലിയല്ല, എൻ്റെ പ്രാണന്റെ വേലി എവിടെ? കർത്താവേ, നഷ്ടപ്പെട്ടു പോയ സംരക്ഷണം എനിക്ക് തിരിച്ചു തരണം. പരീക്ഷയിൽ ഞാൻ തോറ്റുപോയ
സന്ദർഭങ്ങളിൽ എന്നിൽ നിന്ന് അകന്നുപോയ ദൂതന്മാരെല്ലാം തിരികെ വരണം. എനിക്ക് പൂർവാധികം ശക്തമായ സംരക്ഷണം തരണം. ശത്രു എന്നെ വിട്ട് മാറണം. ദുഷ്ടദൂതന്മാർ എന്നെ വിട്ട് മാറണം. ദൈവീകമായ നടത്തിപ്പുകൾ കർത്താവിൻ്റെ വരവിനെ അറിയുവാനും കർത്താവിൻ്റെ ചേരുവാനും തക്കവണ്ണം എൻ്റെ വേലികളെ വീണ്ടും കെട്ടണം. എന്നെ ശക്തീകരിക്കണം. പ്രധാന ദൂതൻ ശബ്ദിക്കുമ്പോൾ എനിക്ക് കർത്താവ് തന്നിട്ടുള്ള ദൂതന്മാർ എന്നെ ഒരുക്കണം. അതിനുവേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണം. അവൻ്റെ വരവെങ്കിൽ ഇടറിപ്പോകരുത്.